സംസ്ഥാനത്ത് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും ഈ മഴക്കെടുതി അതിരൂക്ഷവുമാണ് എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ഏറെ ജാഗ്രത വേണ്ട സമയം കൂടിയാണ്. ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ നേരിടാൻ NDRFും പോലീസും സജ്ജമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തൊടുപുഴയിൽ മഴക്കെടുതി ഉണ്ടായ മേഖലയിൽ നിന്നും അപ്പു ജോൺ ജോസഫ് വീഡിയോ കോളിലൂടെ മുഖ്യമന്ത്രിയെ സ്ഥിതിഗതികൾ അറിയിക്കുകയും ചെയ്തു. ഒരു 3-4 വീട് പൊളിഞ്ഞു പോകുന്നു ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് ആലക്കോട് ചവർണ എന്ന് പറയും, തൊടുപുഴ ആലക്കോട്. അപ്പോൾ അവിടെ ഒരു 3-4 വീട് ആളെ കിട്ടി. ആളെ കിട്ടി ഹോസ്പിറ്റലാണ്. പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് പരിക്കുണ്ട്. മോന് 1.5 മണിക്കൂർ മണ്ണിനടി കിടന്നു. പക്ഷേ കഴുത്ത് മുകളിലായിരുന്നു. അതുകൊണ്ട് ചതവുകളുണ്ട്. ഇപ്പോൾ അവിടെ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിലുണ്ട്. ശരി, ഓക്കെ ഓക്കെ, ശരി, ഓക്കെ. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, എന്തായാലും കനത്ത മഴയും മഴക്കെടുതിയുമാണ്. പ്രത്യേകിച്ചും ഈ കോട്ടയത്തും ഇടുക്കിയിലും തൊടുപുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. പലയിടങ്ങളിലും വെള്ളം കയറുന്നു. ആളുകൾക്കൊക്കെ ഒരു ജീവഹാനി വരെ സംഭവിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുകയാണ്. വലിയ ഭീതിയിലാണ് അവിടെയുള്ള ജനങ്ങൾ. എന്താണിപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത്? സംസ്ഥാനം എത്രമാത്രം സജ്ജമാണ്? ഈ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നേരിടാൻ ജനങ്ങൾക്ക് എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശമാണ് സർക്കാർ നൽകുന്നത്? സ്വാതി, അടിയന്തര ഘട്ടം ഉണ്ടായാൽ നേരിടാൻ സജ്ജമാണ് എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. NDRFും പോലീസും അടക്കമുള്ള പെട്ടെന്ന് പ്രതികരിക്കേണ്ട എല്ലാ സംവിധാനങ്ങളും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ടത് തൊടുപുഴയിലുണ്ടായ അപകടം, അത് ആ ദുരന്തം അത് ഫോണിലൂടെ കാണുന്ന, അത് വീഡിയോ കോൾ വിളിച്ച് അപ്പു ജോൺ ജോസഫാണ് അത് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. മുഖ്യമന്ത്രി ആ പ്രദേശത്തെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. അടിയന്തരമായ ഇടപെടൽ എല്ലാ കാര്യത്തിലും ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥിതിഗതികൾ അദ്ദേഹം ഓരോ സമയവും വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയെ ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം സംസാരിച്ചത് റവന്യൂ മന്ത്രിയുമായാണ്. അതിനുശേഷം ചീഫ് സെക്രട്ടറിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. തുടർന്ന് ഈ അപകടമുണ്ടായ ഈ ഗുരുതര സാഹചര്യമുള്ള ജില്ലകളിലെ ജില്ലാ കളക്ടർമാരുമായി ഫോണിൽ സംസാരിച്ചു. മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകിയത് എന്ത് അടിയന്തര സാഹചര്യമുണ്ടായാലും ഉടനടി പ്രവർത്തിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ സജ്ജമാക്കണമെന്നാണ്. സംസ്ഥാനത്ത് അക്കാര്യങ്ങൾ സജ്ജമാണ് എന്നും അറിയിക്കുന്നു. മാത്രമല്ല, ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ട ആളുകൾ, പരിക്കേറ്റ ആളുകളുണ്ട്. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾക്ക് ഉൾപ്പെടെ ചികിത്സ ഉറപ്പുവരുത്താനുള്ള എല്ലാ സംവിധാനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയിപ്പോൾ ഈ മഴ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തെക്കൻ ജില്ലകളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അതോടൊപ്പം അവിടെ ഈ തകർന്ന ഇടങ്ങളിലൊക്കെ പുനരധിവാസം വേണ്ടി വരും. അതും എത്രയും വേഗം നടപ്പിലാക്കും. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ തൊടുപുഴ MLA ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, വേഗത്തിൽ എല്ലാ നടപടികളും ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതാത് സ്ഥലത്തെ MLAമാരെയാണ് ആദ്യം ബന്ധപ്പെടേണ്ടത്. അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ, സ്ഥിതിഗതികൾ വിലയിരുത്തി അതിവേഗത്തിൽ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട്. എന്തായാലും NDRFും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാണ് എന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. സ്വാതി. ഓക്കെ ബിനിൽ, എന്തായാലും സംസ്ഥാനം എല്ലാ തരത്തിലും സജ്ജമാണ്. അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള എന്നുള്ളതാണ് മുഖ്യമന്ത്രി നേരിട്ടാണ് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ബിനിൽ നൽകിയത്.